ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിച്ചൂസ് പലോക. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അതിനു മുന്നേ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന മണി കൊണ്ട് അടിച്ചു കൊടുത്താൽ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മള് ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ്. അതിന്റെ പേരാണ് മാഷ്മെലോ. അപ്പൊ നമ്മള് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ നേരെ നമുക്ക് കിച്ചണിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കൊരു അരിപ്പ വേണം, പിന്നെ ഒരു ബൗള് വേണം, 2 ബൗള് വേണം. ഒന്ന് ബീറ്റ് ചെയ്യണം, ഒന്ന് അരിച്ചു വെക്കാനും. കളറ് വേണം, വാനില എസൻസ് വേണം, മെഷർ കപ്സ് വേണം, കോൺഫ്ലോർ 1/4 കപ്പ് വേണം, പിന്നെ പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പ് വേണം, ജലാറ്റിന് വേണം, മറ്റേ കേക്കിനൊക്കെ ഉള്ള മോൾഡ് വേണം, പിന്നെ ബട്ടർ പേപ്പറും വേണം, പിന്നെ ഇതാ മെഷർ കപ്സും വേണം. പിന്നെ നമുക്ക് വേണ്ടത്, അപ്പൊ അറ്റ് ലാസ്റ്റ് നമുക്ക് ബീറ്ററും കൂടി വേണം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ആദ്യം കോൺഫ്ലോറും പഞ്ചസാര പൊടിച്ചതുമാണ് വേണ്ടത്. അപ്പൊ നമുക്ക് അത് രണ്ടും അരിച്ചെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് അരിച്ചെടുക്കണം. അപ്പൊ ഇനി നമുക്ക് അരിച്ചെടുക്കണം. ഞാൻ അരിച്ചരാം. അപ്പം നമ്മള് ബാക്കി ഇത്തിരി ഉള്ളൂ. ഇതും കൂടി ഒന്ന് അരിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പം നമ്മള് നേരത്തെ പറഞ്ഞ പാൻ ഉണ്ട്. ഞാൻ സ്ക്വയറാണ് എടുത്തത്. സ്ക്വയർ ആണെങ്കിൽ പെട്ടെന്ന് മുറിക്കാൻ പറ്റും. അപ്പോൾ നമ്മള് സ്ക്വയർ എടുത്തിട്ട് ഫുൾ ബട്ടർ പേപ്പർ കവർ ചെയ്യണം. സൈഡിലൊക്കെ ബട്ടർ പേപ്പർ കവർ ചെയ്യണം, കാരണം അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് അരിച്ചു വെച്ച കോൺഫ്ലോറും പഞ്ചസാര പൊടിച്ചതും ഇതിലേക്കൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അരിച്ചിട്ട് തന്നെയാണ് ഡസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഡസ്റ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളം വേണം. അപ്പോൾ നമുക്ക് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ജലാറ്റിനും വേണം. അപ്പം നമുക്ക് ജലാറ്റിന് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ജലാറ്റിന്. 77 രൂപയാണ്. ബേക്കേഴ്സിൻ്റെ ആണ് വാങ്ങിയത്. അതിന് 2 ടേബിൾ സ്പൂൺ വേണം. ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 കപ്പിലാണ് ഹോട്ട് വാട്ടർ വേണ്ടത്. അപ്പോൾ 1/2 കപ്പ് ഹോട്ട് വാട്ടർ അവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ജലാറ്റിന് 2 ടേബിൾ സ്പൂൺ അതിൽ മിക്സ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മൾ ഹോട്ട് വാട്ടർ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജലാറ്റിൻ 2 ടേബിൾ സ്പൂൺ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജലാറ്റിൻ്റെ വെള്ളം മിക്സ് ചെയ്യണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യണം. ഞാൻ മിക്സ് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് ജലാറ്റിൻ്റെ വെള്ളം മിക്സ് ചെയ്യാം. ഞാൻ ജലാറ്റിൻ ഇതായിട്ടുണ്ട്. ഇത് മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പം ഗൈസ്, ഇത് നമ്മൾ ഫുള്ള് അലിയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര അലിയിക്കണം. പഞ്ചസാര ഇതാക്കണം, പൊടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഞ്ചസാര ഗ്യാസിൽ ഓൺ ചെയ്തിട്ട് പഞ്ചസാര ലാനി ഉണ്ടാക്കണം. 1 കപ്പ് ഷുഗറാണ് വേണ്ടത്. ഇത് നമ്മൾ പാനിൽ ഒഴിച്ചിട്ട് അലിയിക്കണം. അപ്പം നമുക്ക് ആ പണി നോക്കാം. അപ്പം നമുക്ക് നേരെ ഗ്യാസിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പം ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം പാത്രം വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഓ മൈ ഗോഡ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കാണാം. അപ്പം ഇനി നമ്മൾ
ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കിയിട്ട് പഞ്ചസാര ലാനിയാക്കണം. ഇനി നമുക്ക് നേരെ ആ സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പൊ ഗ്യാസ് കത്തിക്കാണ്. അപ്പൊ ഇതാ ഗ്യാസ് കത്തിക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിം എന്താ കേട്ടോ ഇടണ്ടേ. അപ്പൊ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടണം. അപ്പൊ നമ്മള് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് പതഞ്ഞ് വരും. അപ്പൊ നമ്മൾ ലോ ഫ്ലെയിം ആക്കണം. ഇപ്പൊ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കണം. അപ്പൊ ഞാൻ ഇളക്കാം. അപ്പം അപ്പൊ ഇത് പതയാവുമ്പോ വീണ്ടും കാണാം. അപ്പൊ ഗായ്സ് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിം ആക്കണം. ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ ജലാറ്റിന്റെ വെള്ളം ഇതിലേക്ക് ഒഴിക്കണം. അപ്പൊ ഗായ്സ് ഇനി ജലാറ്റിന്റെ വെള്ളം ഒഴിക്കണം. ഇതാ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇതാ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂണായിട്ടൊന്ന് ഇത് ഈ കൊരട് ഞാൻ പാത്രം ഇളകി പോരുന്നോണ്ട് വെച്ചതാണ്. ഇപ്പൊ പാത്രം ഇളകുന്നൊന്നുമില്ല, എന്നാലും വെക്കാം, ഒരു സേഫ്റ്റിക്ക് വെക്കാം. ഇനി നമുക്ക് ഇത് ഇളക്കാണ് വേണ്ടേ. ഒന്ന് മിക്സ് ചെയ്യണം. പഞ്ചസാര ഫുള്ള് ഡിസോൾവ് ആയിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ഫുള്ള് അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ബീറ്റ് ചെയ്യാൻ കൊണ്ടുപോവാം. നേരെ പോവാം. അപ്പോൾ ഗായ്സ് ഈ വെള്ളം നമ്മൾ ജലാറ്റിനൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ബൗളിലേക്ക് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യണം. 2 ടേബിൾ സ്പൂൺ ജലാറ്റിന് വെച്ചിട്ടാണ് ആ ജലാറ്റിന്റെ വെള്ളം ഒഴിച്ചത്. ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബീറ്ററാണ് ഇനി അടുത്ത് വേണ്ടത്. ബീറ്ററാണ് അടുത്ത് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ബീറ്ററൊക്കെ പ്ലഗ് ഇത് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കണം, ഊരി പോരുണ്ടോ എന്നൊക്കെ നോക്കണം. എന്നിട്ട് നമുക്ക് പ്ലഗ് ചെയ്യുക, ബീറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ബീറ്ററൊക്കെ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇതാ നമ്മൾ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഫുള്ള് സെക്യൂർഡ് ആണോ നോക്കണം, ഫുള്ള് അമർത്തി പോരുണ്ടോ എന്നൊക്കെ നോക്കണം. ഇനി നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. മീഡിയം ഫ്ലെയിമിലാണ് ബീറ്റ് ചെയ്യേണ്ടത്. 1 മാത്രം ഇട്ടാൽ മതി. പിന്നെ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. ഇതിനി ഫ്രഷ് ക്രീമൊക്കെ ആവുന്ന പോലെ ആവും കേട്ടോ. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ആവുന്ന പോലെ വന്നിട്ട് ഗൈസ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെയൊന്നല്ല ആവേണ്ടത്. ഈ നല്ല വിപ്പ് ക്രീമൊക്കെ കേക്കിന് തേക്കുന്ന മറ്റേ ക്രീമില്ലേ, വിപ്പ് ക്രീം, ഫ്രഷ് ക്രീം അത്രയ്ക്കും കട്ടിയാവണം. ഇതായി വരുന്നുണ്ട്. അപ്പം നമ്മൾ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ചും കൂടി തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് വാനില എസൻസ് ഒഴിക്കണം. വാനില എസൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് ഒഴിക്കണം. 1 ടേബിൾ സ്പൂൺ ഒഴിക്കണം. അപ്പോൾ നമുക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഗൈസ് നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഇതാ കാണിച്ചു തരാം. നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. നല്ല തിക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാനില എസൻസ് ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് ഒഴിക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമുക്ക് പകുതി മാത്രം അങ്ങോട്ട് ഒഴിച്ചാൽ മതി. പകുതി നമുക്ക് കളർ ആഡ് ചെയ്യണം. കളർ ഉള്ളവർക്ക് കളർ ആഡ് ചെയ്താൽ മതി. കളർ ഇല്ലാത്തവർ കളർ ആഡ് ചെയ്യണമെന്നില്ല. വൈറ്റ് മാഷ്മെല്ലോ ഉണ്ടാവും, ഡിസൈൻഡ് ആയിട്ടുള്ളതും ഉണ്ടാവും. നമുക്ക് പകുതി ഒഴിക്കാം. അപ്പം പകുതി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാച്ചുല വെച്ചിട്ട് ഇതിങ്ങനെ പാത്രത്തൊക്കെ വടിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ കോർണറിലേക്കൊക്കെ ആക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ബട്ടർ പേപ്പർ ഫുൾ കവേർഡ് ചെയ്യിക്കണം കേട്ടോ. പിന്നെ അടിയിൽ കോൺഫ്ലോറും
പഞ്ചസാര പൊടിച്ചതും നമ്മൾ ആദ്യം അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആദ്യം അടിയിലിടണം. അപ്പം അടിയിലിട്ടിട്ട് നമുക്ക് ഫുൾ ഒന്ന് നോക്കണം, കോർണറൊക്കെ കറക്റ്റ് നോക്കണം. ഫുള്ളായിട്ടില്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഫുള്ള് നോക്കിയിട്ടുണ്ട്. ഇനി പകുതി നമുക്ക് കളർ ആഡ് ചെയ്തിട്ട് ഒഴിക്കാം. ഇത് ഇത്ര ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പകുതി നമുക്ക് കളർ ആഡ് ചെയ്തിട്ട് ഒഴിക്കാം. അപ്പം ഇതാണ് കളർ എടുത്തിട്ടുള്ളത്. ടൊമാറ്റോ റെഡാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ വയ്ക്കാം. റെഡ് വാങ്ങുകയാണെങ്കിൽ, ടൊമാറ്റോ റെഡ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് പിങ്കും ആക്കാം, റെഡും ആക്കാം. ഒരു ഡ്രോപ്പ് ഒഴിച്ചാൽ പിങ്ക് ആവും. റെഡ് വേണമെങ്കിൽ റെഡ് ഒഴിക്കാം. എനിക്ക് പിങ്കാണ് വേണ്ടത്. പിങ്ക് നല്ല രസം ഉണ്ടാവും കാണാൻ. അപ്പോൾ നമുക്ക് അത് ഒഴിക്കാം. പക്ഷെ നമ്മൾ സ്പാച്ചുല ഇങ്ങനെ വടിച്ചെടുത്തിട്ട്, സ്പാച്ചുല ഇല്ലാത്തവർക്ക് സ്പൂൺ ഉപയോഗിക്കാം കേട്ടോ. സ്പാച്ചുല തന്നെ വേണമെന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഇത്തിരി കളർ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ കളർ എടുത്തിട്ടുണ്ട്. ഇതാ ആഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. കണ്ടില്ലേ, ഇത്തിരി ഒഴിച്ചാൽ പിങ്ക് ആണ് ആവുക. അപ്പം നമ്മൾ ഇത് ബീറ്റ് ചെയ്തു. ഇനി ഈ സൈഡിലൊക്കെ വൈറ്റ് ഉണ്ടാവും. ഈ സൈഡിലൊക്കെ വൈറ്റ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് സ്പാച്ചുലേറ്റ് എടുക്കാൻ പറ്റും. അപ്പൊ എടുക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് നല്ല പിങ്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ബീറ്റർ ഓഫ് ചെയ്ത് നമുക്ക് ഇങ്ങനെ വെക്കണം. അപ്പൊ ബീറ്ററിന്റെ കമ്പിയിലുള്ളതൊക്കെ അത് ഓട്ടോമാറ്റിക്കലി താഴേക്ക് ഉറ്റി വന്നോളും. അതാ ഉറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ പിങ്ക് കളറ് ഈ പാനിലേക്ക് ഒഴിക്കണം. നമ്മൾ ഈ പാനിൽ വൈറ്റ് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒഴിക്കാം. അപ്പം നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബീറ്റ് ചെയ്ത കമ്പികളൊക്കെ ഞങ്ങൾ ഊരിയിട്ടുണ്ട്. സ്പാച്ചിലായിട്ട് ആ കമ്പികളൊക്കെ തുടച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റണം. അപ്പം നമുക്ക് അങ്ങോട്ട് വയ്ക്കാം. അപ്പം നമ്മൾ ഫുള്ള് ഒഴിച്ചിട്ടുണ്ട്. ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടാപ്പ് ചെയ്യണം. ഇങ്ങനെ ഉള്ളത്തെ ബബിൾസ് ഒക്കെ പൊട്ടാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യുന്നത്. ഇവിടെ ടാപ്പ് ചെയ്യാൻ പറ്റില്ല, ഇത് ഗ്ലാസ് ആണ് അടിയിൽ. അപ്പം ഇത് പൊട്ടിപ്പോവും. നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് ടാപ്പ് ചെയ്യാം. അപ്പം ഗായ്സ്, ഇനി നമുക്ക് ടാപ്പ് ചെയ്യാണ് വേണ്ടേ. അപ്പോൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. അറ്റ് ലാസ്റ്റ് നമുക്കിനി ഫ്രിഡ്ജിൽ വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ട് പോവാം. ഇനി ഫ്രിഡ്ജിൽ 8 hours to 6 hours വെക്കണം. ഞാനൊരു മൂലയിൽ വെക്കാം. എന്നാ ബാക്കി സാധനങ്ങളൊക്കെ വെക്കാൻ സ്ഥലം ഉണ്ടാവും. അപ്പം നമുക്ക് 8 to 6 hours ആണ് ഫ്രിഡ്ജിൽ വെക്കണ്ടേ. അപ്പം നമുക്ക് ഫ്രിഡ്ജ് മൂടാം.
അപ്പം സാധനം ഇന്ന് റെഡിയാവും. ഇന്ന് രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ 6 to 8 hours എന്ന് പറയുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ നാളെ രാവിലെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്. അപ്പോൾ ഗൈസ്, നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണിച്ചു തരാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് വേണം. ആബ്രക്കഡാബ്ര ബൂം. അപ്പോൾ നമ്മൾ പ്ലേറ്റ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു കത്തി വേണം. ആബ്രക്കഡാബ്ര ബൂം ബൂം. എത്തി. യേസ്, കത്തി കിട്ടി. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ കത്തി നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ആബ്രക്കഡാബ്ര ബൂം. അപ്പോൾ നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാൻ കുറച്ച് ടഫാണ്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കോൺഫ്ലോറും പഞ്ചസാര പൊടിച്ചതും ഇവിടെ എത്തിക്കണം. അപ്പോൾ ആബ്രക്കഡാബ്ര. യെസ്, അപ്പോൾ നമ്മൾ കോൺഫ്ലോർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുറിച്ചെടുക്കാം. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ കോൺഫ്ലോറും പഞ്ചസാര പൊടിച്ചതുമാണിത്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഇവിടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാട്ടോ. കുറച്ച് കൂടുതൽ സ്പ്രിങ്കിൾ ചെയ്യണം. ഡസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഫുള്ള് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി സ്പ്രിങ്കിൾ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് കത്തി എടുക്കണം. കത്തി ഇതിനെടുത്ത് വെച്ചിട്ട് ഒന്ന് ഇത് തേക്കണം. കത്തിൻ്റെ മുകളിൽ ഇതൊക്കെ ഒന്ന് ഇട്ടെടുക്കണം. ഇനി നമുക്ക് ഇത് മുറിച്ചെടുക്കാം. നമുക്ക് സൈഡിൽ ഈ പൊടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ആ സൈഡും കൂടിയും മുറിക്കാം. അപ്പോൾ ആ സൈഡും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് പൗഡർ ചെയ്യണം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ്, കറക്റ്റ് മാഷ്മെല്ലോ പോലെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ആ സൈഡും ഈ സൈഡും കൂടി ഒന്ന് പൗഡർ ചെയ്യണം. ഇനി ഈ സൈഡും കൂടി ഒന്ന് ചെയ്യണം. ഓക്കെ, ഇനി നമുക്കൊന്ന് മറിച്ചിടണം. ഇനി ഇവിടത്തെയും കൂടി ഒന്ന് മുറിച്ചെടുക്കണം.
അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൗഡർ ഫുള്ളൊന്ന് ഇതിലേക്ക് ഇട്ടെടുക്കണം. എന്നിട്ട് നല്ല ചെയ്യണം, ഞാൻ ഫുൾ കുളിപ്പിക്കണം ഇതിനെ. അപ്പോൾ ഇത് നമ്മൾ പൗഡറൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് മുറിക്കാൻ പറ്റുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയൊന്നും ഉണ്ടെന്നൊന്നും അറിയില്ല. നല്ല കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇനി ഇതിലും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തേച്ചെടുക്കണം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് മുറിക്കാം. ഞാനിപ്പോൾ ക്യൂബാക്കിയിട്ടാണ് മുറിക്കുന്നത്. നമുക്ക് വേറൊരു പ്ലേറ്റും കൂടി ആവശ്യം വരും കേട്ടോ. അത് ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം എന്തിനാണ്. ഓക്കെ, നമ്മുടെ മാഷ്മെല്ലോ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഓക്കെ, ഇതിപ്പോൾ മാഷ്മെല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാൻ പറ്റും. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റ് വേണം. അപ്പോൾ നമ്മളുടെ പ്ലേറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ക്യൂബ്സും എടുത്ത് ഇങ്ങോട്ട് മാറ്റണം. അപ്പം ഇതും കൂടി മുറിച്ചിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ആബ്രക്കഡാബ്ര ബൂം ബൂം. അപ്പം നമ്മളെ മാഷ്മെലോസ് ഫുള്ളും ഇതിന്ന് ഇങ്ങോട്ട് മുറിച്ച് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. വലിയ മാഷ്മെലോന്ന് നമ്മളൊക്കെ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നെടുക്കുക, കുറച്ച് പൗഡർ എടുക്കുക, ഇതിലിങ്ങനെ ഇങ്ങനെ 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 ഇതിലിട്ട് കുളിപ്പിക്കണം. ഇനി ഇതെടുക്കുക, കുറച്ച് പൊടി ഇടുക, എന്നിട്ട് കുളിപ്പിക്കുക. എന്നിട്ട് ഇത് മൊത്തം നമുക്ക് ഇങ്ങനെ കുളിപ്പിക്കണം. അപ്പം ആബ്രക്കഡാബ്ര ആബ്രക്കഡാബ്ര ബൂം ആബ്രക്കഡാബ്ര ബൂം. അപ്പം നമ്മൾ ഒക്കെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റേ പൗഡറിൽ ഫുള്ള് മുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴിക്കാന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാം. അപ്പോൾ നമ്മുടെ മാഷ്മെല്ലോ ഇവിടെ റെഡിയായി. നേരത്തെ പറഞ്ഞിരുന്നു, നല്ല സോഫ്റ്റ് ആണ്, നല്ല വായിലൊക്കെ ഇട്ടാൽ അലിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കോൺഫ്ലോറിന്റെ ആ ടേസ്റ്റ് ഒന്നും വരുന്നില്ല. കോൺഫ്ലോർ ഇത്തിരി ഇട്ടാൽ മതി, കാരണം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാന്നാണ് നമ്മൾ ഇടുന്നത്. ഞാൻ മുഴുവനും കഴിക്കാൻ പോകുന്നു. അപ്പൊ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന മണി കൂടി നടിച്ചു കൊടുത്താൽ ഞാൻ എന്ത് വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, ബൈ.